ദൈവമേ, കുറെ കാലത്തിന് ശേഷം കിട്ടുന്ന ഒരു കൊട്ടേഷനാ. ഇതെങ്കിലും ഒന്ന് സക്സസ് ആക്കി തരണേ ദൈവമേ. ഹലോ അണ്ണാ, ഞാൻ റെഡി ആട്ടാ. ഞാൻ ഇവിടെ റോഡിലുണ്ട്. പുഷ്കര, പുള്ളി ഇപ്പൊ ഒരു ബൈക്കിൽ അങ്ങോട്ട് വരും. കൊല്ലണ്ട, കൊന്നാലൊരു രക്തസാക്ഷിയും പ്രശ്നങ്ങളൊക്കെ ആവും. ചുമ്മാ അങ്ങേരെ ഒന്ന് കുത്തിവെച്ചാ മതി. അല്ല, ഇത് ഭയങ്കര റിസ്ക്കുള്ള പണിയാണ്. ഒന്നാമതൊരു രാഷ്ട്രീയക്കാരൻ, പിന്നെ അങ്ങേർക്കാണെങ്കിൽ ലോക്കലായിട്ട് പിടിയൊക്കെ ഉള്ളതാ. അല്ല, എന്നെ കണ്ട പ്രശ്നമോ? പിന്നെ ഞാനൊരു പണിയാ, കല്ലെടുത്ത് ഒരൊറ്റ എറി കൊടുത്താലോ? മൂപ്പരെ തലയെറിഞ്ഞ് പിടിച്ചോളാം. അതൊന്നും എളുപ്പമല്ല. താൻ കുത്തിയാ മതി, അതാ എളുപ്പം. അപ്പൊ തന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഒരു റെഡ് ക്വാളീസ്. ഓ, കൊത്തിയേച്ച് താൻ അതിലോട്ടൊന്ന് കയറിയാൽ മാത്രം മതി. ഓക്കെ ഓക്കെ. എന്തോന്നാടേ ഒരു ചുറ്റിക്കളി? എന്തുവാടേ സംഭവം? ഒരു വർക്കുണ്ടായിരുന്നു സാറേ. അടിയാ ഇടിയാ കൈവെട്ട? ഓ, ഇത് ചുമ്മാ ഒരു ചെറിയ വരട്ടല്, അത്രേ ഉള്ളൂ സാറേ. ചുമ്മാ നാണക്കേട് പറയാതെ. നീ പണ്ട് വെട്ടും കുത്തുമായിട്ടൊക്കെ നടന്നല്ലേ, ഇപ്പൊ വരട്ടാൻ വേണ്ടി പോണെന്ന് പറഞ്ഞ മോശം മോശം. എന്റെ പൊന്ന് സാർ, ഒന്ന് ജീവിച്ച് പോട്ട്. ഇതെന്തുവാടേ കത്തിയൊക്കെ ആയിട്ട്? അത് വീട്ടിലെ കത്തിയാ സാറേ. മൂർച്ചയില്ലാത്തോണ്ട് കൊല്ലനെ കാണിച്ചിട്ട് വരുന്ന വരവാ. പുഷ്കര, നീ ചുമ്മാ കള്ളം പറയാടേ. എനിക്കെന്താ കണ്ടാ മനസ്സിലാവൂലെന്ന് വിചാരിച്ചോ? ചുമ്മാ അലമ്പോ എല്ലാം ഉണ്ടാക്കാനാണെങ്കിലേ സ്റ്റേഷനകത്ത് പിടിച്ച് കയറ്റി ഞാൻ. സാറേ, പോലീസ് വർത്താനം എന്റെ അടുത്ത് എടുക്കല്ലേ. സാധനം എന്താണെന്ന് അറിയാ? കത്തിയാ. കത്തിക്കൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ഒരൊറ്റ പോന്തോത്തി തരും. അവസാനം മക്കൾക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഒന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് ഈ പുഷ്കറിന്റെ ഒരു കുഴപ്പം. ഞാൻ വല്ല ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സീരിയസ് ആയിട്ട് എടുക്കും. നീ നിന്റെ വർക്ക് ചെയ്തോ. പോലീസാണ്. വിട് കളി പോ. ഒരാവശ്യമില്ല, ഇവിടെ ഇറങ്ങണ്ടായിരുന്നു. രാവിലെ ഓരോ മാരണങ്ങൾ കയറി വരും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇവന്റെ പരിപാടി എന്താണെന്ന് നോക്കിട്ട് എന്നെ കാര്യം. ഹലോ, ഞാനേ ഇവിടെ ജംഗ്ഷനിൽ നിൽക്കുക. താനാ നോട്ടീസൊക്കെ ആ പിള്ളേരെ വെച്ച് ഒട്ടിക്കുന്നേ? ശരി സെക്രട്ടേറിയറ്റിൽ ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് 3 മണിക്കാണ് നമ്മുടെ മീറ്റിംഗ്. അതെ, ഈ ജംഗ്ഷനില്. താൻ ഇങ്ങോട്ട് വേഗം വാന്നേ. അടച്ചോനെ, ഇത് സംഭവം തന്നെ അങ്ങേരെ തട്ടുള്ള പരിപാടി. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ. അതെ, സാറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഗുണ്ട പുഷ്കരൻ. സാറേ, ജീവൻ വേണമെങ്കിൽ വേഗം രക്ഷപ്പെട്ടോ സാറേ, ഇല്ലെങ്കിൽ അവൻ സാറിനെ തട്ടും. കൊല്ലാൻ പറഞ്ഞേ. ആശുപത്രി കൊണ്ടുപോകണം. ആക്സിഡന്റ്. നമ്മുടെ ഗുണ്ട പുഷ്കറിനെ ഒരു ബൈക്ക് ഇടിച്ചു. ഇപ്പൊ കവലയില്. ഏത് ആശുപത്രിയില്ല? അതൊന്നും അറിയില്ല. പുഷ്കറിന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നത്രേ.
ആ അതിപ്പോ ഇല്ലാതിരിക്കോ? മൂപ്പര് വല്ല കൊട്ടേഷനും ഇറങ്ങിയതായിരിക്കില്ലേ? എന്തായാലും ഞാനൊന്ന് പ്രസന്ന ചേട്ടനെ വിളിക്കട്ടെ. മനുഷ്യന് ഇച്ചിരി ഒന്നും ഉറങ്ങാനും സമ്മതിക്കരുത്. അറിഞ്ഞ ചേട്ടാ, ഗുണ്ടാ പുഷ്കറിന് ഒരു ആക്സിഡന്റ്. ആശുപത്രിയിൽ ചെന്ന് ഗുണ്ടാ പുഷ്കറിനെ ഒന്ന് കാണണം. നമ്മുടെ ഭാഗ്യം. ഇപ്പൊ തന്നെ കാണാം. അപ്പോൾ ഓറഞ്ചെന്തെങ്കിലും വാങ്ങണോ? അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ. അങ്ങേരുടെ ബ്രാൻഡ് ഏതാന്ന് വെച്ചാ അത് മാത്രം അങ്ങ് വാങ്ങിയാ മതി. ഗുണ്ടകൾക്ക് അതല്ലേ ശീലം. എന്തായാലും ഈ ആക്സിഡന്റെങ്കിലും നമുക്ക് പിടിക്കണം. പിന്നല്ലാതെ. എന്താ സംഭവം? സാർ, നമ്മുടെ പുഷ്കറിന് ഒരു ആക്സിഡന്റ് പറ്റി സാറേ. അയ്യോ, ബൈക്ക് ഇടിച്ചതാ. എന്നിട്ട് ആ ബൈക്കാരനെ പൊക്കിയോ? എവിടെ? ഏതോ ഒരു കൊച്ചു പയ്യനാ, അവൻ ഓടിച്ചങ്ങ് പോയി. സാറേ, ഇതിപ്പോ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ ഈ മാസം നടക്കുന്ന 4ാമത്തെ ആക്സിഡന്റ്. അതെ. അതില് 3 എണ്ണവും ബൈക്ക് ആക്സിഡന്റാ. അതില് 2 എണ്ണം 18 വയസ്സ് തികയാത്ത ലൈസൻസ് ഇല്ലാത്ത കൊച്ചു പിള്ളേരാ. വലിയ പ്രശ്നമാണ് സാറേ. ഇവനൊക്കെ ഈ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന അവന്റെയൊക്കെ പേരൻസ് ലോമാരെ പിടിച്ച് അതിലേണ്ടത്. എന്നാലേ ഈ പിള്ളേർ പഠിക്കത്തുള്ളൂ. എന്നാലും പഠിക്കില്ല സാറേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് പാരന്റ്സിനോട് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. ചുമ്മാ അവർക്ക് കാശെടുക്കാനുള്ള ഒരു ATM മെഷീനായിട്ട് മാത്രമേ അവർ പാരന്റ്സിനെ കാണുന്നുള്ളൂ. അതെ അതെ, ഒരു ATM മെഷീനിൽ കാശില്ലെങ്കിൽ നമ്മൾ നിരാശരായിട്ടിങ്ങ് പോരും. പക്ഷെ യുവമാർക്ക് കാശ് കിട്ടിയില്ലെങ്കിലേ യുവമാർ ആ ATM മെഷീൻ വരെ അടിച്ചു തകർക്കും. അതാ ജനങ്ങള്. പക്ഷേ എന്തായാലും സാറേ, നമുക്ക് കാര്യമായൊരു ചെക്കിംഗ് നടത്തണം. ലൈസൻസ് ഇല്ലാത്ത മുഴുവൻ പിള്ളേരെയും പൊക്കണം. അതെ അതെ അതെ, പൊക്കാം. ആ, എന്നിട്ടില്ല, അതിന് നടന്നു പോണവരും കാണല്ലേ കേട്ടോ. ശരി സാർ. ഓ, കയറാടാ. നിന്റെ ഹെൽമെറ്റ് എവിടെ? അത് വീട്ടിലുണ്ട് സാർ. നിന്റെ വീട് എവിടാ? ഇവിടെ അടുത്താ സാറ്. വീടിന്റെ അടുത്ത് ഹെൽമെറ്റ് സൂക്ഷിക്കാൻ ഇതെന്താ തേങ്ങയാണോ? നിന്റെയൊക്കെ തലയ്ക്ക് സംരക്ഷണത്തിന് വേണ്ടിയാ ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഫൈൻ കുടിക്കാനല്ല കേട്ടോ. ഹെൽമെറ്റ് ഇല്ലാതെ ഇറങ്ങിയിരിക്കുക. തന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒറിജിനൽ എവിടെ? സോറി മാഡം, അത് വീട്ടില. അതെടുക്കാൻ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് വരണോ? ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ? അതിന്റെ പേപ്പർ കണ്ടില്ല മാഡം. ഇതല്ല, തന്റെ പേരിൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടോന്ന്. വല്ലോടത്തും കൊണ്ടുപോയി ഇടിച്ച് താൻ തട്ടിപ്പോയി കഴിഞ്ഞാ പിള്ളേർക്കൊക്കെ ചെലവിന് കൊടുക്കണ്ടേ? അതെന്തിനാ മാഡം നോക്കുന്നത്? മാഡം വണ്ടിയുടെ ഇൻഷുറൻസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. താനേ ചൂടാവണ്ട. ഞാനീ വെറും പോലീസല്ല, ഇൻഷുറൻസിന്റെ ആളും കൂടിയാ. എന്റെ ഹസ്ബൻഡിന്റെ കാർഡ് അഡ്വക്കേറ്റാ, പ്ലസ് ഇൻഷുറൻസ് ഏജന്റും. താനൊരു പോളിസി ചേർന്നാ ഞാൻ ഫൈൻ ആക്കാതെ വിടാം. ചേരുവോ? ചേരാം മാഡം. ആ, പക്ഷെ ഇപ്പൊ കാശില്ല. അയ്യോ, അതൊന്നും സാരമില്ല. ദേ, ഇതില് തന്റെ ഒപ്പിട്ട് പേര് ഫോൺ നമ്പർ എഴുതിയാ മതി. ഞങ്ങൾ വീട്ടിൽ വന്ന് കണ്ടോളാം. ഒപ്പിട്ട ഇവിടെ. ഇത് പേഴ്സണലാ, ആരോടും പറയണ്ട. ദേ, CA സാറൊക്കെ അവിടെയുണ്ട്, സൂക്ഷിച്ച് പോക്കോട്ടോ. ചക്രം വല്ലതും തടയുന്ന ലക്ഷണം ഉണ്ടോ സാറേ? എവിടെ? ആ സത്യസന്ധനല്ലേ ചെക്ക് ചെയ്യുന്നത്? ഹെൽമെറ്റ് ഇല്ലാത്ത പിള്ളേരുടെ ഇന്ന് എന്നാ കിട്ടാനാടു? ഒരു മൈൻഡും ഇല്ലാതാണല്ലോ അവൻ പോകുന്നത്. അതും ഹെൽമെറ്റ് ഇല്ലാതെ മൊബൈലിൽ സംസാരിച്ചോണ്ട്. പിടിയടോ അവനെ. എന്തിനാ സാറേ? പോട്ടെ സാറേ. തർക്കുത്തരം പണയുന്ന കേട്ടാ മതി. മുട്ടയൊന്ന് വിരിഞ്ഞില്ലല്ലോ. പോലീസ് പുല്ലാന്ന അവന്റെ ഭാവം. പോന്ന് പോക്ക് കണ്ടില്ലയോ? അടിച്ചവന്റെ അണപ്പല്ലും ഞാൻ അളക്കും. വേഗം പോടുന്നു സാറേ. ഇതിനകത്ത് 5 ഗിയറേ ഉള്ളൂ. I will call you, no problem. I will manage. Whatever you like, I will do. You are my cute princess. റോഡ് നിന്റെ തന്തയുടെ വകയാണോടാ? എടുക്കടാ ലൈസൻസ്. അയ്യോ പപ്പ, പപ്പ ലൈസൻസ് മാത്രമല്ല ബുക്കും പേപ്പർ കേട്ടാ. പപ്പ, പപ്പ പോലീസ്. അയ്യോ, എന്താ സാറേ? എന്തു പറ്റി? മോനോട് ചോദിക്കും എന്ത് പറ്റിയെന്ന്. എന്താടാ, എന്താ പ്രശ്നം? തന്റെ മോനെ CI സാറിനെ പോലും മൈൻഡ് ചെയ്യാതെ മൊബൈലിൽ സംസാരിച്ചോണ്ട് സ്പീഡിൽ ബൈക്ക് ഓടിച്ചോണ്ട് പോയി, ഹെൽമെറ്റ് വെക്കാതെ. അയ്യോ സാറേ, ഒന്നും ചെയ്യരുത്. +2 പഠിക്കുകയാണ്. 17 വയസ്സേ ഉള്ളൂ. വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. മാപ്പാക്കണം. എന്ത് വേണേലും ചെയ്യാം.
എടോ ലൈസൻസ് ഇല്ലാത്ത പയ്യൻ വണ്ടി ഓടിച്ച എന്താ ശിക്ഷ എന്നറിയാമോ? രക്ഷിതാവിനെ പിടിച്ച് ജയിലിലിടും. അതാ ശിക്ഷ. എടോ തനിക്ക് സർക്കാർ ചെലവിൽ കുറച്ചു കാലം ജയിലിൽ കിടക്കാം. സോറി സാർ, ഞങ്ങള് ഫാമിലി ആയിട്ട് മസ്കറ്റില്ല. മോന്റെ എഡ്യൂക്കേഷന് വേണ്ടി ഇവരെ ഇവിടെ ചേർത്തതാ. ദ്രോഹിക്കരുത് സാറേ. അയ്യോ പാവോ സാറേ, പാവങ്ങളായ മുതലാളിമാരുടെ കണ്ണീരൊപ്പുന്നവരാണല്ലോ ഈ പോലീസുകാര്. ഇങ്ങോട്ട് വന്നേ, സാറിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. എന്ത് കൊടുക്കും? 1000-500 കൊടുക്കാം സാറേ. 1000-500 ഗുണുവ. എടോ സാറിന്റെ വീട്ടിൽ ഒരു ദിവസം പിച്ചക്കാരന് കൊടുക്കാൻ തികയില്ലല്ലോ 1000-500. സത്യമായിട്ട് കാശൊന്നും ഇവിടെ ഇല്ല സാറേ. ഇപ്പൊ ഒക്കെ കാർഡല്ലേ. സാറിന്റെ അക്കൗണ്ട് നമ്പർ പറഞ്ഞാ ഞാൻ അക്കൗണ്ടിൽ ഇട്ടേക്കാം സാറേ. ആ എന്നിട്ട് വേണം ആ തെളിവ് വെച്ച് എന്നെ പൂട്ടാൻ. എടോ ഈ CI ഷിജു ആരാന്ന് തനിക്കറിയില്ല. സത്യമായിട്ടും കാശ് ഇവിടെ ഇല്ലാത്തോണ്ടാ സാറേ. ഈ മാല എത്ര പവനുണ്ടോ? 5 പവൻ കാണും സാറേ. 5. എടോ ആലിക്കുട്ടി അതിങ്ങ് ഊരി എടുത്തേ. തനിക്ക് ഗൾഫിൽ കിടന്ന ഒറ്റ ദിവസത്തെ കാശ് കൊണ്ട് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാമല്ലോ. അയ്യോ സാറേ, എനിക്കിതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അയ്യോ സാറേ, വലിയ വിലയുള്ള മാലയാ, അതെടുക്കല്ലേ പ്ലീസ്. വേണ്ട, താനും മോനും അങ്ങ് തറവാട്ടിലോട്ട് വാ. കുറച്ചു കാലം അകത്ത് കിടന്നുണ്ട്, അതിന് മുമ്പ് പഠിച്ചോളൂ. വാടാ ഇങ്ങോട്ട്. ചുമ്മാ വേണ്ടത്ത പണിക്കൊന്നും പോവണ്ട സാറേ. പുലിയാ പുലി. എടഞ്ഞാ താനും മോനും കുറെ നാള് ജയിലിൽ കിടക്കുന്നുള്ളത് ഉറപ്പാ. താനെ ഈ മാല വഴിയിൽ അങ്ങ് വീണ് പോയെന്ന് വിചാരിച്ചാ മതി. അത്രേ ഉള്ളൂ, അല്ലേ സാറേ? കൊള്ളാം. ഇനി തന്റെ പയ്യനോട് ധൈര്യമായിട്ട് ബൈക്കിൽ കറങ്ങിക്കൊള്ളാം. ഞാനൊന്നും ചെയ്യില്ലേ, അല്ലേ ആലിക്കുട്ടി? പിന്നല്ലയോ, ഇന്ന് മുതല് ഇവൻ നമ്മുടെ പയ്യനാ. പോ സാറേ. ചേട്ടാ, ഗുണ്ടയ ആള്. മൂപ്പർക്ക് ഇഷ്ടപ്പെടുന്ന ഡയലോഗ്സ് ഒക്കെ പറഞ്ഞോണം. അത് പിന്നെ പ്രത്യേകം പറയാറുണ്ടോ? ഞാൻ പുള്ളിയുടെ ഒരു ആരാധകനാണെന്ന് പറഞ്ഞാലോ? എനിക്ക് ചെറുപ്പത്തിൽ ഒരു ഗുണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം എന്നും പറയാം. എന്നിട്ട് അവസാനം ഒരു ഉണ്ടയായി എന്ന് അയാൾ കൗണ്ടർ അടിക്കാതിരുന്നാ മതി. ഈ കീരിക്കാടൻ ജോസിനെ കുറിച്ച് പറയണോ? ചുമ്മാ ഇനി അതൊക്കെ പറഞ്ഞിട്ട് വേണം അങ്ങനെ ഉള്ള പോളിസിയും കൂടി ക്യാൻസൽ ചെയ്യാൻ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അത് പിന്നെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ കാണൂ. ചേട്ടാ, പുഷ്കരൻ ചേട്ടാ. ചേച്ചി, ചേച്ചി. ആരാ? ഇനി എറിയാൻ വന്നവർ വല്ലവരും ആണോ? എങ്കിൽ എറിഞ്ഞിട്ട് വെക്കോ. എറിയാനോ? അപ്പൊ വീട് മാറിയോ? അല്ല ഇതല്ലേ ഈ പുഷ്കരൻ ചേട്ടന്റെ വീട്? ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയ? ആക്സിഡന്റ് പറ്റിയ? ദൈവമേ, അന്നൊക്കെ ഗുണ്ടാ പുഷ്കരൻ, ഇപ്പൊ ആക്സിഡന്റ് പറ്റിയ പുഷ്കരൻ. ചാനലുകാര് വല്ലവരും ആണോ? എന്റെ പൊന്നണ്ണമാരെ, ഞങ്ങളെ വെറുതെ വിടണം. ഇനി ആരും തല്ലും കൊള്ളാം ഞങ്ങളെ കൊണ്ടാവൂല. അയ്യോ, ഇതെന്താ പുഷ്കരൻ ചേട്ടാ? ഞാൻ പോലീസ് സ്റ്റേഷനിലെ ഷീലയാ. ഒന്ന് പുറത്തേക്ക് വാന്നേ. ആക്സിഡന്റ് അറിഞ്ഞ് ഒന്ന് കാണാൻ വന്നതാ. അതെ അതെ അതെ, ഞാനും ഉണ്ട് ചേട്ടാ. ഞാനും എന്റെ ആളും ബാക്കി 40 പേരും കൂടെ ഉണ്ടാ. ഞങ്ങളെ ശവ അടക്കിന്. അയ്യോ, എന്താ രണ്ടുപേരും ചന്ദ്രനിൽ പോയിട്ട് വരുന്നോലെ? അയ്യോ, സ്വർഗത്തിൽ പോവേണ്ടതാ. ഭാഗ്യം മാറിപ്പോയി. ചന്ദ്രനിൽ പോയിട്ട് ഇങ്ങ് തിരിച്ചു വന്നു. അയ്യോ, അപ്പൊ ചേച്ചിക്ക് ആക്സിഡന്റ് പറ്റിയോ? ആരും പറയുന്നത് കേട്ടില്ല. പറ്റിയത് എനിക്കാ. അത് കാരണമുള്ള മറ്റൊരു ആക്സിഡന്റാ ഇവൾക്ക് പറ്റിയത്. അയ്യോ, അതെന്താ? ഒരു നേതാവിനെ കുത്താനുള്ള കൊട്ടേഷൻ കിട്ടിയതാ. ഞാൻ ആ കൊട്ടേഷനുമായി റോട്ടിൽ കത്തിയുമായി ഓടിയപ്പോഴാണ് എന്നൊരു ബൈക്ക് വന്നിടിച്ചത്. പിന്നെ ഒന്നും ഓർമ്മയില്ല. ബാക്കി ഒന്ന് പറഞ്ഞോടേ. കുത്താൻ വന്നതാന്ന് മനസ്സിലാക്കിയ നേതാവേ ഇങ്ങേരെ ആശുപത്രിയിൽ ഇട്ടിടിച്ചു. അത് പോരാഞ്ഞ് അവൻ പിള്ളേര് ഈ വീട്ടിന് മുഴുവനും കല്ലെറിഞ്ഞ്. അല്ല, നിങ്ങൾ കുട എടുത്തിട്ടുണ്ടോ? ഇല്ല, എന്തിനാ? അല്ല, മഴ പെയ്ത ചോറും മൊത്തം എറിഞ്ഞ് പൊട്ടി. ഭാഗ്യത്തിന് കല്ലേറിൽ ആവശ്യമുള്ളൊന്നും തകർന്നില്ല. എന്റെ പൊന്നിന്റെ ഭാഗ്യം. ഭാഗ്യത്തിന് കല്ലേറിൽ ആവശ്യമുള്ളൊന്നും തകർന്നില്ല. എന്റെ പൊന്നിന്റെ ഭാഗ്യം. ഓ, ഭാര്യയുടെ ഭാഗ്യം. ഈ ഓട് മുഴുവൻ തകർന്നു വീണതേ എന്റെ ദേഹത്താ. അയ്യോ, അപ്പൊ രണ്ടുപേർക്കും കഷ്ടകാലമാണല്ലോ. പക്ഷേ പേടിക്കൊന്നും വേണ്ട. ചേട്ടൻ ഇതിലൊന്നും ഒപ്പിട്ടാ മതി. ഇതിലൊപ്പിട്ട മുറിവൊക്കെ മാറുമോ?
അതൊന്നും അല്ല, പിന്നെ? നഷ്ടപരിഹാരം നമുക്ക് റെഡിയാക്കാന്നേ. അതെങ്ങനെ? അതൊക്കെയുണ്ട്. നിങ്ങൾ ആദ്യം ഒന്ന് ഒപ്പിട്. അല്ല പൊല്ലാപ്പോ ആണോ? ഒന്നുമല്ല. ഒന്നല്ല, ഒരു 10,000 ഒപ്പ് വേണമെങ്കിലും ഞാൻ ഇടാം. അല്ലേ? ഇടും. ഓ അങ്ങനെയൊന്നുമില്ല സാറ് തന്നെ അങ്ങ് ഇട്ടാ. ഞാൻ എങ്ങനെയാണ് ഇയാളെ ഒപ്പിടുന്നത്? ഒന്നുമില്ല സാറേ, ഒരു ഷൂ. അപ്പൊ ചേച്ചിയുടെ ഒപ്പ്? അതും ഷൂ. 2 ഷൂ. ഷൂ ഇട്ടോ സാറേ. ഇനി ചേട്ടന് ധൈര്യമായിട്ട് ഏത് കൊട്ടേഷനും പോവാം. അതെന്താ? ഏതെങ്കിലും അടിപിടിയിൽ ചേട്ടൻ തട്ടിപ്പോയാലേ 5 ലക്ഷം രൂപ ചേച്ചിക്ക് കിട്ടൂലേ ഇൻഷുറൻസേ. എന്നാ പിന്നെ ചേട്ടാ നമ്മള് ഞാൻ പെട്ടിയിലായിട്ടാടി. എടി കാളി, കാളി, എന്തേട്ടാ? നിനക്ക് ഞാനൊരു സമ്മാനമായിട്ടാ വന്നിരിക്കുന്നത്. അതെന്താ പതിവില്ലാത്തൊരു സമ്മാനം? സാറ് ജീപ്പിൽ പോയപ്പോ എന്റെ അടുത്ത് പറയാ ഏതെങ്കിലും ജുവലറിയിൽ അവിടെ നിർത്താൻ. എന്തിനാന്ന് ചോദിച്ചപ്പോ ചേച്ചിക്ക് ഒരു സ്വർണ്ണമാല വാങ്ങിക്കാനാണെന്ന് പറഞ്ഞു. നിന്നോട് സ്നേഹമില്ലെന്നല്ലേ നീ എപ്പോഴും പറയാറുള്ളത്? ഇപ്പൊ എന്ത് തോന്നുന്നു? ഇതാ നിനക്കൊരു മാല. തുറന്നു നോക്ക്. ഇഷ്ടമായ പൊന്നെ? ചേച്ചി, സാറിന്റെ ഹൃദയം ചേച്ചിക്ക് വേണ്ടി മാത്രമാണ് ഇടിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക കാലിക്കുട്ടി. ഇതാരും ഇട്ട മാലയാണല്ലോ. ആളിന്റെ പേരിന്റെ ഇനിഷ്യലും ഉണ്ടല്ലോ. അത് ചേച്ചി, ജുവലറിയിലെ ആൾക്കാർ നമുക്ക് തരുന്നതിന് മുമ്പ് ഇട്ട് നോക്കുമല്ലോ, അതാ ഇട്ടമാല അല്ലേ? ഇത് വല്ലവർക്കും വേണ്ടി വാങ്ങിയതല്ലേ? അവൾ ഇട്ട് നോക്കിട്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് തന്നതല്ലേ? ആരാ അവള്? ഇത്ര വലിയ മാല വാങ്ങി കൊടുക്കാൻ മാത്രം നിങ്ങൾ അവളും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ കാളി, അങ്ങനൊന്നും ഇല്ല. സാറേ, ഇത് വെളുക്കാൻ വെച്ചത് പാണ്ടായല്ലോ. സാറേ ഫോണ് ഇത് തീർത്തിട്ട് പോയാ മതി. അതല്ല, സാറിന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ആലിക്കുട്ടി, അതെട്. അതെട്. അയ്യോ, SP സാറ്. എടി നീ കയ്യൊന്നെടുക്ക്, ഞാൻ ഈ ഫോണൊന്ന് എടുക്കട്ടെ. SP ആ ലൈനില്. ഹലോ സാർ. എവിടെയാണോ താനിപ്പോ? ഡ്യൂട്ടിയിലാണ് സാർ. തന്റെ ഡ്യൂട്ടിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ. അതിന്റെ പേരിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചതാ. എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചാ സാറാണോ? പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഡ്യൂട്ടി ഏതാ സാറ് ചെയ്തേ? സാറേ, ഏത് കേസിന്റെ പേരിലാണ് സാറേ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? സ്കൗണ്ടറൽ. നാണമില്ലടോ തനിക്ക്? നീച്ച മുളയ്ക്കാത്തൊരു പയ്യന്റെ വീട്ടിൽ ചെന്ന് ഇറക്കാൻ, എന്നിട്ട് ആ വീട്ടുകാരന്റെ മാലയും പൊട്ടിച്ചോണ്ട് ഓടാൻ. താനൊക്കെ ഈ തൊപ്പി വച്ചോണ്ട് നടക്കുന്നതേ കേരള പോലീസിന് നടക്കടാ. കള്ളനായി ജനിക്കേണ്ടവനാ താൻ, പേരും കള്ളൻ. എന്റെ ചേച്ചി, SP സാർ വരെ വിളിച്ച് സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കണ്ട. സാർ ഒരു 1.5 സംഭവമാണെന്ന് പറയുന്നത് വെറുതെ അല്ല. സാറേ, ഇതൊക്കെ ശത്രുക്കൾ വെറുതെ പറയുന്നതാണ്. ഞാൻ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ലെന്ന് സാറിന് അറിയത്തില്ലേ? എന്നിട്ട് ന്യായീകരിക്കണോ താൻ? അതിന്റെ വീഡിയോ അവന്മാരുടെ CCTVയിൽ നിന്ന് ആ പയ്യൻ ഇപ്പൊ എന്റെ വാട്സപ്പിലേക്ക് അയച്ചു തന്നതേ ഉള്ളൂ. അവൻ എന്റെ മകന്റെ ക്ലാസ്മേറ്റാ. അയ്യോ സാറേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ഇപ്പൊ തന്നെ ആ മാല തിരിച്ചു കൊടുത്തിട്ട് മാപ്പ് ചോദിച്ചോളാം. അതുകൊണ്ടൊന്നും കാര്യമില്ലടോ. കൽപ്പറ്റ CI വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞ് കിടക്കുക. താൻ പെട്ടിയും കിടക്ക എടുത്ത് റെഡിയായിക്കോ. കൽപ്പറ്റയ്ക്കുള്ള ട്രാൻസ്ഫർ ഓർഡർ 1 മണിക്കൂറിനുള്ളിൽ തന്റെ സ്റ്റേഷനിലേക്ക് ഫാക്സ് ആയിട്ട് വരും. പകടോ ഫോൺ. അയ്യോ സാറേ, കട്ടിയല്ലേ സാർ? എന്താ സാറേ ഒരു പരവേശം പോലെ? എല്ലാം കുളമായിടും. എന്ത് പറ്റി? ആ മാലയുടെ കാര്യം SP അറിഞ്ഞു. എനിക്ക് കൽപ്പറ്റയ്ക്ക് ട്രാൻസ്ഫർ ആണ്. അയ്യോ, കൽപ്പറ്റയ്ക്കോ? ഈ കാലമാടനെ കൊണ്ട് തോറ്റു. സാറേ, എനിക്കൊരു അപേക്ഷയുണ്ട്. സാറ് കൽപ്പറ്റ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഈ തോൽവിയും കൊന്നിട്ട് ജയിലിൽ പോകുന്ന ക്ഷമയുടെ നെല്ലിപ്പലകെ ഞാൻ പോണ്. ഭാസ്കര, ലഡു കഴിക്കാം. ഇതെന്താ സാർ? എടുക്ക്. എനിക്ക് ഇതിലും വലിയ സന്തോഷം വേറെ. എന്നാലും എന്റെ പപ്പൻ സാറേ, CI സാറിന് ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞിട്ടുള്ള ഈ ലഡു വിതരണം വേണ്ടായിരുന്നു. വീണ്ടും പണി പറ്റിച്ചോ? അയ്യോ, അതൊന്നും അല്ല സാർ. അതാണെങ്കിൽ ഞാൻ 1 രൂപയുടെ മിഠായി അല്ലേ മേടിച്ചു തരൂ. പിന്നെ ഇത് അതിലും വലിയ സന്തോഷമാണ്. നമ്മുടെ CI സാറ് ട്രാൻസ്ഫർ ആയി കൽപ്പറ്റയിലേക്ക്. ഇപ്പൊ അങ്ങോട്ട് ഫാക്സ് വന്നതേ ഉള്ളൂ. അതിന്റെ സന്തോഷത്തിലാ. ഒക്കെ ഈ ഇരിക്കുന്ന മഹാത്മാവിന്റെ ഓരോരോ തീരുമാനങ്ങളാ സാറേ. എന്താ കാരണം? CI സാറ് ലൈസൻസ് ഇല്ലാത്ത ഒരു ബൈക്കുകാരൻ പയ്യന്റെ അച്ഛന്റെ മാല കൈക്കൂലിയായി വാങ്ങിയെന്ന്. ചുമ്മാ ആരെങ്കിലും പറഞ്ഞായിരിക്കും. സത്യം സാറേ, അതിന്റെ വീഡിയോ അവന്മാർ SP-ക്ക് അയച്ചു. അപ്പൊ തന്നെ ട്രാൻസ്ഫറും വന്നു. സാറും വീട് മാറ്റി അറിയാൻ
സർ, ഞാൻ ഇപ്പോഴേ അറിഞ്ഞു സാർ. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. സത്യത്തില് ഫാക്സ് വന്നപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി സർ. പോകുന്നതിന് മുമ്പ് ഷീലയുടെ ഒരു ഇൻഷുറൻസ് പോളിസി ചേരണമെന്നുണ്ട്. താങ്ക് യു സാർ. നാളികേരത്തിന്റെ നാട്ടിലേക്കൊരു ഞാൻ ഇപ്പോഴായി തെങ്ങൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. എന്നും ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കണം. കേറ്റിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ നല്ല കായ്ഫലം തരുന്ന തെങ്ങായിരുന്നു. ഞാൻ ഇത്രയും കാലം ഈ തെങ്ങിനെ ഒന്നും ശ്രദ്ധിച്ചില്ലല്ലോ കർത്താവേ. പോലീസിൽ വരുന്നതിന് മുമ്പ് ഇങ്ങേർക്ക് തെങ്ങേറ്റായിരുന്നല്ലോ ജോലി. അതുകൊണ്ട് ആ തെങ്ങിനോട് ഇത്രയും സ്നേഹമാണോ? ഓരോ കത്തുമ്പം തന്നെ തെങ്ങ് വെട്ടല്ലേ സാറേ? ആലുക്കുട്ടി സാർ, SP സാറിന്റെ മകന്റെ ക്ലാസ്മേറ്റ് ആ പയ്യൻ എന്നല്ലേ പറഞ്ഞത്? അതെ സാറേ. എങ്കിൽ ആ പയ്യൻ ഇവിടെ അടുത്തെവിടെയോ ആണ് പഠിക്കുന്നത്. അതെ സാറേ. നമുക്ക് ആ SP സാറിന്റെ മകനെ ഒന്ന് കാണണമല്ലോ. വിടറോ വണ്ടി അങ്ങോട്ട്. സാർ, സാർ, വാടോ ഇങ്ങോട്ട്. ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇങ്ങോട്ടല്ലേ പോകണ്ടേ? അല്ല, എന്തിനാ സാറേ? ഒരു പണിയുണ്ട്, താൻ വണ്ടി എടു. സാറേ, SP സാറിന്റെ മകന് സോപ്പിട്ട് ആയിരിക്കും. എവിടെ അത് വല്ല നടക്കുമെന്ന്. പാവം. ആര് സാറേ? SP യുടെ മോനെ. സാർ, കൊന്നത്തടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. സ്കൂൾ കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്ന മയക്കുമരുന്നിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയ സാഹചര്യത്തിൽ തെങ്ങുമരം സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പോലീസ് റെയ്ഡിൽ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തതായി സൂചനയുണ്ട്. ഇതിൽ രാഷ്ട്രീയ രംഗത്തെയും വ്യാപാര വ്യവസായ രംഗത്തെയും പ്രമുഖരുടെ മക്കളെ കൂടാതെ ഒരു ഉന്നത പോലീസ് മേധാവിയുടെ മകനും മയക്കുമരുന്ന് വേട്ടയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി അറിയപ്പെടുന്നു. സർ, പോലീസ് മേധാവിയുടെ മകൻ കുടുങ്ങിയതായി അറിയപ്പെടുന്നല്ലോ, ഒന്ന് വ്യക്തമാക്കാമോ? സമൂഹത്തെ വേട്ടയാടുന്ന മയക്കുമരുന്നുകൾ പല രൂപത്തിലാണ് കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്നത്. അത് പ്രചരിപ്പിക്കുന്നവരിൽ പലരും ഉന്നതരുടെ മക്കളാണ്. അവരൊക്കെ ഞാൻ കോടതി കേട്ടു. തൽക്കാലം പേരൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഹലോ, കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. വലിയ ഒരു മയക്കുമരുന്ന് വേട്ടയാണ് CI ഷിജുവിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ക്യാമറാമാൻ പ്ലാമൂട്ടിൽ ശശിയോടൊപ്പം വരിക്കപ്ലാവിൽ തൊമ്മിച്ചൻ. സാറേ, ഞാൻ റിലീവ് ചെയ്യാ. കൽപ്പറ്റയിലോട്ട് സ്ഥലം മാറ്റം. ഇനിയുള്ളത് അടുത്ത ആള് വരുമ്പോ നോക്കിയോളും. സാറേ, SP സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ, വരണമല്ലോ. അദ്ദേഹത്തിന്റെ മകനല്ലേ ഈ നിൽക്കുന്നത്, അതും മയക്കുമരുന്ന് കേസിൽ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരോ എന്റെ ബൈക്കിൽ ഡ്രഗ്സ് കൊണ്ടുവച്ചതാ. എടോ CI, താൻ എന്തൊക്കെയാടോ ഈ കാണിക്കുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെ പിടിച്ചോണ്ട് വന്നിട്ട്. തെറ്റ് ചെയ്തോ ഇല്ലെന്നൊക്കെ കോടതിയല്ല സാറേ തീരുമാനിക്കുന്നത്. മോന്റെ ബൈക്കിൽ നിന്ന് കിട്ടിയത് മൈദപ്പൊടിയാണെന്ന് തെളിയിക്കാൻ വേണമെങ്കിൽ ഈ ഷിജുവിനാവും. പക്ഷെ നാളെ ഞാൻ റിലീവ് ചെയ്യല്ലേ. ഇനിയൊക്കെ അടുത്ത ആള് ചെയ്യട്ടെ. എടോ, തന്റെ സ്ഥലം മാറ്റം ഞാൻ ക്യാൻസൽ ചെയ്യാം. ഞാൻ തന്റെ കാല് പിടിക്കാം. എന്റെ മോൻ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം പ്ലീസ് ഷിജു. ഒരു SP എന്ന നിലയിലല്ല, ഒരു അച്ഛൻ എന്ന നിലയിൽ താൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. പിന്നെന്താ സാറേ, സാറ് ധൈര്യമായിട്ട് മോനെ കൊണ്ട് പൊക്കൂ. ഒരു പാല് വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എന്റെ കാര്യത്തിൽ സാർ എപ്പോഴും ഒന്ന് കണ്ണടച്ചാൽ മതി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കാൻ. താങ്ക് യു സാർ. മോനെ കൊണ്ട് പോയാ മോനെ. എടോ ആൽക്കുട്ടി, ട്രാൻസ്ഫർ ഒക്കെ ക്യാൻസൽ ആയിടൂ. ഇനി എന്റെ വക ലഡു വിതരണമാ. താൻ 1 കിലോ ലഡുവായിട്ട് പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് വാ. ആ ബേക്കറിക്കാരനോട് ഫ്രീ ആയിട്ട് തരാൻ പറയടോ.